ഓം ശ്രീ സായിരാം. അധ്യായം 9. ഷിർദി വിട്ടു പോകുമ്പോൾ ബാബയുടെ നിർദ്ദേശം സ്വീകരിച്ചും നിഷേധിച്ചും പ്രവർത്തിച്ചാലത്തെ അനുഭവങ്ങൾ, ചില ഉദാഹരണങ്ങൾ, സന്യാസവും അതിൻ്റെ ആവശ്യവും, ഭക്തന്മാരുടെ താർക്കാഡ് കുടുംബത്തിൻ്റെ അനുഭവങ്ങൾ. ബാബ സുഖമായി ഭക്ഷിച്ചു. എങ്ങനെ? ഷിർദി യാത്രയുടെ പ്രത്യേകത. ഷിർദി തീർത്ഥയാത്രയുടെ ഒരു പ്രത്യേകത ഇതാണ്: ആർക്കും ബാബയുടെ അനുമതി കൂടാതെ ഷിർദി വിട്ടുകൂടാ. അങ്ങനെ ചെയ്താൽ അത്യധികം ആപത്തുകൾ സംഭവിക്കും. ബാബ ഷിർദിയിൽ നിന്ന് പൊയ്ക്കൊള്ളാൻ പറഞ്ഞാൽ പിന്നെ അവിടെ നിൽക്കാനും കഴിയില്ല. യാത്രാനുമതിക്ക് വേണ്ടി സമീപിക്കുന്നവർക്ക് ബാബ ചില സൂചനകൾ കൊടുക്കും. ഈ സൂചനകൾ അറിഞ്ഞ് പ്രവർത്തിക്കണം. അപ്രകാരം ചെയ്യാതിരിക്കുകയോ അതിൽ നിന്ന് വ്യതിചലിക്കുകയോ ചെയ്താൽ അപകടങ്ങൾ തീർച്ചയായും സംഭവിക്കും. അതിൻ്റെ ചില ഉദാഹരണങ്ങൾ താഴെ കൊടുക്കുന്നു. താത്യാകോട്ടെ പട്ടേൽ. താത്യാകോട്ടെ ഒരിക്കൽ കോപ്പർഗാവോണിലേക്ക് ടോങ്കയിൽ പോവുകയായിരുന്നു. അയാൾ ധൃതിയിൽ മസ്ജിദിൽ വന്ന് ബാബയെ നമസ്കരിച്ചു. കോപ്പർഗാവോൺ ബസാറിലേക്ക് പോവുകയാണെന്ന് പറഞ്ഞു. ബാബ പറഞ്ഞു, തിരക്ക് കൂട്ടണ്ട, കുറച്ച് നിൽക്കൂ, അങ്ങാടിക്കാര്യം പോകട്ടെ, ഗ്രാമത്തിന് പുറത്ത് പോവരുത് എന്ന്. എങ്കിലും അയാളുടെ തിരക്ക് കണ്ട് ബാബ ശ്യാമയെ കൂടെ കൊണ്ടുപോകാൻ പറഞ്ഞു. അത് ചെയ്യാതെ താത്യാകോട്ടെ ടോങ്കയുമായി സ്ഥലം വിട്ടു. 2 കുതിരകളിലൊന്ന് 300 രൂപ കൊടുത്ത് വാങ്ങിയതാണ്. അത് തീരെ നിയന്ത്രണമില്ലാതെ പെരുമാറുകയും ലക്കില്ലാതെ ഓടുകയും ചെയ്തു. അതിനാൽ കാലുളുക്കി താഴെ വീണു. താത്യയ്ക്ക് ചില്ലറ പരിക്കുകൾ പറ്റി. സായി മാതാവിൻ്റെ നിർദ്ദേശം ഓർമ്മ വന്നു. വേറൊരിക്കൽ കോൽഹാർ ഗ്രാമത്തിലേക്ക് പോകുമ്പോൾ ബാബയുടെ നിർദ്ദേശം അവഗണിച്ചതിനാൽ ഇതുമാതിരി ഒരു അപകടം അന്നും സംഭവിച്ചു. യൂറോപ്യൻ മാന്യൻ. ബോംബെയിൽ നിന്നും നാനാസാഹേബ് ചന്ദോർക്കറുടെ ഒരു കത്തുമായി ചില ഉദ്ദേശങ്ങളോടെ ഒരു യൂറോപ്യൻ മാന്യൻ ഒരിക്കൽ ഷിർദിയിൽ വന്നു. അയാളെ സുഖമായി ഒരു ടെൻറ്റിൽ താമസിപ്പിച്ചു. അയാൾക്ക് ബാബയെ മുട്ടുകുത്തി വണങ്ങി അദ്ദേഹത്തിൻ്റെ കൈ ചുംബിക്കണമെന്നുണ്ടായിരുന്നു. അതിനാൽ 3 തവണ പരിശ്രമിച്ചിട്ടും ബാബ തടസ്സം ചെയ്യുകയും മസ്ജിദിൽ കയറാൻ സമ്മതിക്കാതിരിക്കുകയുമാണ് ഉണ്ടായത്. സ്വീകരണം തൃപ്തിയാവാതെ അയാൾ ഉടനെ ഷിർദി വിടാൻ തീരുമാനിച്ച് യാത്ര ചോദിക്കാൻ വന്നു. ബാബ അയാളോട് പിറ്റേന്ന് പോയാൽ മതിയെന്നും തിരക്ക് കൂട്ടേണ്ട എന്നും പറഞ്ഞു. ജനങ്ങളും ബാബയുടെ നിർദ്ദേശം സ്വീകരിക്കാൻ ആവശ്യപ്പെട്ടു. ഇതൊന്നും വകവയ്ക്കാതെ അയാൾ കുതിരവണ്ടി വിളിച്ച് ഷിർദിക്ക് വിട്ടു. ആദ്യം കുതിരകൾ വേണ്ട പോലെ പോയെങ്കിലും സാവുൾ കിണർ കടന്നപ്പോൾ ഒരു സൈക്കിൾ കണ്ട് പേടിച്ച് വിരണ്ടോടാൻ തുടങ്ങി. വണ്ടി മറിഞ്ഞു. സായിപ്പ് നിലത്ത് വീണ് ഏതാനും വാര വലിച്ചിഴക്കപ്പെട്ടു. അയാളെ രക്ഷപ്പെടുത്തിയെങ്കിലും കോപ്പർഗാവോൺ ആസ്പത്രിയിൽ കുറേ കിടക്കേണ്ടി വന്നു. അത്തരം അനുഭവങ്ങൾ വളരെ ഉള്ളതുകൊണ്ട് ബാബയുടെ നിർദ്ദേശം തെറ്റി നടക്കുന്നത് അപകടകരമാണെന്ന് എല്ലാവർക്കും ബോധ്യമുള്ള കാര്യമാണ്. സന്യാസത്തിൻ്റെ ആവശ്യകത. നമുക്ക് സന്യാസത്തെപ്പറ്റി ചിന്തിക്കാം. ചിലർ ചോദിക്കും, ബാബ ഇത്ര വലിയ മഹാനും ദൈവവുമാണെങ്കിൽ എന്തിനാണ് പിച്ച തെണ്ടുന്നത്? ആരാണ് ഭിക്ഷയെടുത്ത് ജീവിക്കാൻ അർഹതയുള്ള ആൾ? ശാസ്ത്രങ്ങൾ പറയുന്നു, 3 കാര്യങ്ങളിൽ ആശ നശിച്ചവർ സന്യാസം സ്വീകരിച്ച് ഭിക്ഷയെടുത്ത് ജീവിതം നയിക്കാൻ അർഹരാണെന്ന്. അവ സന്താനം, സമ്പത്ത്, കീർത്തി എന്നിവയാണ്. അവർക്ക് വീടില്ല, ഭക്ഷണം പാകം ചെയ്യാനുള്ള ഏർപ്പാടൊന്നുമില്ല. അവരെ ഊട്ടുന്ന ചുമതല ഗൃഹസ്ഥന്മാർക്കാണ്. സായിബാബ ഗൃഹസ്ഥാശ്രമിയോ വാനപ്രസ്ഥാശ്രമിയോ അല്ല. അദ്ദേഹം നിത്യബ്രഹ്മചാരിയായ ഒരു സന്യാസിയാണ്. ബാല്യം മുതൽക്കു തന്നെ അദ്ദേഹത്തിൻ്റെ വിശ്വാസം ലോകം വീടാണെന്നും താൻ വാസുദേവനും ആലംബവും ബ്രഹ്മവുമാണെന്നാണ്. അപ്പോൾ അദ്ദേഹത്തിന് ഭിക്ഷയെടുത്ത് ജീവിക്കാൻ പരിപൂർണ അവകാശമുണ്ട്. പഞ്ചസൂനങ്ങളും പരിഹാരവും ചിന്തിക്കേണ്ടതുണ്ട്. ഗൃഹസ്ഥാശ്രമികൾക്ക് 5 കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട്. കണ്ടണി പൊടിക്കൽ, പേഷണി അരയ്ക്കൽ, ഉദം കുംഭി പാത്രം കഴുകൽ, മാർജനി അടിച്ചു വൃത്തിയാക്കൽ, ചുള്ളി അടുപ്പ് തീക്കൂട്ടൽ. ഈ പ്രവൃത്തികളിൽ അനവധി ചെറുപ്രാണികൾ നശിച്ചു പോകുന്നതിനാൽ പാപം സംഭവിക്കുന്നു. ഈ പാപം തീരാൻ ശാസ്ത്രവിധിപ്രകാരം 5 പ്രതിവിധികളുണ്ട്. ബ്രഹ്മയജ്ഞം, വേദാധ്യയനം, പിതൃയജ്ഞം, ദേവയജ്ഞം, ഭൂതയജ്ഞം. 6ാമത് ഒന്നുകൂടിയുള്ളത് മനുഷ്യ അതിഥി യജ്ഞം ആണ്. അതായത് മനുഷ്യർക്കും ക്ഷണിക്കാതെ വരുന്നവർക്കും ഭക്ഷണം കൊടുക്കൽ. ഈ യജ്ഞങ്ങൾ വേണ്ട പോലെ ചെയ്താൽ മനഃശുദ്ധി വന്ന് ആത്മജ്ഞാനം കൈവരുത്താം. ബാബ വീടാന്തരം പോയി വന്ന് ആ ഗൃഹസ്ഥന്മാരെ അവരുടെ ചുമതലയെപ്പറ്റി ഓർമ്മിപ്പിച്ചു. അങ്ങനെ ബാബയിൽ നിന്നും ഈ പാഠം മനസ്സിലാക്കാൻ കഴിഞ്ഞവർ ഭാഗ്യവാന്മാരാണ്. ഭക്തൻ്റെ അനുഭവം. ഇനി രസകരമായ ഒരു വിഷയത്തിലേക്ക് കടക്കാം. ഭഗവാൻ കൃഷ്ണൻ ഭഗവത്ഗീത 9-ാം അധ്യായം 26-ാം ശ്ലോകത്തിൽ പറഞ്ഞു, യാതൊരുവൻ ശുദ്ധ മനസ്സോടുകൂടി എനിക്ക് ഒരിലയോ പൂവോ പഴമോ വെള്ളമോ തരുന്നുവോ ആ നൈവേദ്യത്തെ ഞാൻ സ്വീകരിക്കുന്നു. സായിബാബയുടെ കാര്യത്തിൽ ആരെങ്കിലും എന്തെങ്കിലും അവിടെ കൊടുക്കാൻ നിശ്ചയിച്ചത് മറന്നുപോയാൽ ബാബ ഓർമ്മിപ്പിച്ച് അത് വാങ്ങി ഭക്തൻ്റെ ഋണം തീർക്കും. ചില ഉദാഹരണങ്ങൾ പറയാം. താർക്കാഡ് കുടുംബം.
രാമചന്ദ്ര ആത്മാറാം എന്ന ബാബാ സാഹേബ് താർക്കാഡ് മുമ്പ് പ്രാർത്ഥനാ സമാജക്കാരനായിരുന്നെങ്കിലും ബാബയുടെ വലിയ ഭക്തനായിരുന്നു. അയാളുടെ ഭാര്യയും മകനും അമ്മയും വേനലവധിക്ക് പോവാൻ മടിച്ചു. കാരണം ബാബാ പൂജ മുടങ്ങിപ്പോയാലോ എന്ന് അവർ ആശങ്കിച്ചു. അച്ഛൻ പ്രാർത്ഥനാ സമാജക്കാരനായതിനാൽ ബാബയുടെ പടം പൂജിക്കുന്നതിൽ വിശ്വസിക്കുന്നില്ല. പക്ഷേ അച്ഛൻ മകൻ ചെയ്യുമ്പോലെ തന്നെ പൂജിച്ചോളാം എന്ന് ഉറപ്പ് കൊടുത്തതിനാൽ അമ്മയും മകനും വെള്ളിയാഴ്ച രാത്രി ഷിർദിക്ക് പോയി. അടുത്ത ദിവസം ശനിയാഴ്ച താർക്കാഡ് രാവിലെ എഴുന്നേറ്റ് കുളിച്ച് ബാബയുടെ ഫോട്ടോ നമസ്കരിച്ച് ഇങ്ങനെ പ്രാർത്ഥിച്ചു: ബാബ, ഞാൻ പൂജ ചെയ്യാൻ പോവുകയാണ്. മകൻ ചെയ്യുന്ന പോലെയൊക്കെ ഞാൻ ചെയ്യാം. പക്ഷെ അത് വെറും വൃഥാ വ്യായാമമായി തീരരുതേ എന്ന്. ഇതും പറഞ്ഞ് പൂജ നടത്തി പഞ്ചസാര നിവേദിച്ചു. ഭക്ഷണ സമയത്ത് പഞ്ചസാര പ്രസാദമായി കൊടുക്കുകയും ചെയ്തു. അന്ന് വൈകുന്നേരവും അടുത്ത ദിവസവും കാര്യങ്ങൾ മുറയ്ക്ക് നടന്നു. അതുവരെ പൂജിക്കാതിരുന്ന താർക്കാഡിന് മകന് കൊടുത്ത വാഗ്ദാനം പ്രകാരം എല്ലാം നടക്കുന്നല്ലോ എന്ന് സംതൃപ്തിയുണ്ടായി. അടുത്ത ചൊവ്വാഴ്ച രാവിലെ പൂജ ചെയ്ത് പ്രവൃത്തിക്ക് പോയി. ഉച്ചഭക്ഷണ സമയത്ത് നോക്കുമ്പോൾ പ്രസാദമില്ല. വേലക്കാരനോട് ചോദിച്ചപ്പോൾ അന്ന് നിവേദ്യം നടന്നില്ലെന്നും താനത് തീരെ മറന്നെന്നും മനസ്സിലായി. ഉടനെ ബാബയുടെ ഫോട്ടോ നമസ്കരിച്ച് ക്ഷമയാചിക്കുകയും ഇതൊരു വ്യായാമമാക്കി മാറ്റരുതെന്ന് പ്രാർത്ഥിച്ചത് വെറുതെ ആയല്ലോ എന്ന് പരിഭവിക്കുകയും ചെയ്തു. പിന്നെ മകന് ഈ വിവരം വെച്ച് കത്തെഴുതുകയും ബാബയോട് പറഞ്ഞ് ക്ഷമ ചോദിക്കാൻ ആവശ്യപ്പെടുകയും ചെയ്തു. ഇത് ബാന്ദ്രയിൽ ചൊവ്വാഴ്ച ഉച്ചയ്ക്കാണ് നടന്നത്. അതേ സമയത്ത് മധ്യാഹ്ന ആരതി തുടങ്ങാറായപ്പോൾ ബാബ താർക്കാഡിൻ്റെ ഭാര്യയോട് പറഞ്ഞു: അമ്മേ, ഞാൻ ബാന്ദ്രയിൽ നിങ്ങളുടെ വീട്ടിൽ പോയിരുന്നു. എന്തെങ്കിലും തിന്നാൻ കിട്ടാനാണ് പോയത്. ഞാൻ വാതിൽ പൂട്ടിയിരുന്നു. ഞാൻ ഒരുവിധം അകത്ത് കടന്ന് നോക്കിയപ്പോൾ സഹോദരൻ എനിക്കൊന്നും തിന്നാൻ വെച്ചതായി കണ്ടില്ല. എന്നിട്ട് വിശപ്പ് മാറാതെ ഞാൻ മടങ്ങി എന്ന്. അവർക്ക് കാര്യം മനസ്സിലായില്ലെങ്കിലും അടുത്തുണ്ടായിരുന്ന മകന് കാര്യം മനസ്സിലായി. ബാന്ദ്രയിൽ പൂജയ്ക്ക് എന്തെങ്കിലും തകരാറുണ്ടായിരിക്കും, അതുകൊണ്ട് വീട്ടിൽ പോവാൻ അനുവാദം ചോദിച്ചു. ബാബ അവിടെ വെച്ച് തന്നെ പൂജിച്ചാൽ മതിയെന്ന് പറഞ്ഞു. ഉടനെ മകൻ ഷിർദിയിൽ സംഭവിച്ചതെല്ലാം വെച്ച് എഴുതുകയും പൂജയിൽ പ്രത്യേകം ശ്രദ്ധിക്കാൻ ഓർമ്മപ്പെടുത്തുകയും ചെയ്തു. കത്തുകൾ വഴിക്ക് പരസ്പരം മുറിച്ചു കടന്ന രണ്ട് സ്ഥലത്തും അടുത്ത ദിവസം എത്തിച്ചേർന്നു. ഇത് എത്ര വിസ്മയാവഹമാണ്! താർക്കാഡിൻ്റെ ഭാര്യ. നമുക്ക് താർക്കാഡിൻ്റെ ഭാര്യയുടെ കാര്യം തന്നെ എടുക്കാം. അവർ 3 നൈവേദ്യങ്ങൾ കൊടുക്കും. ഫരീദ് വറുത്ത വഴുതനങ്ങ തൈരും കുരുമുളക് പൊടിയും ചേർത്തത്. കാചാര്യ വഴുതനങ്ങ വട്ടത്തിൽ മുറിച്ച് നെയ്യിൽ വറുത്തത്. പേട മധുര പലഹാരം. ബാബ എങ്ങനെ അവ സ്വീകരിച്ചുവെന്ന് നോക്കാം. ഒരിക്കൽ ബാന്ദ്രയിൽ നിന്ന് രഘുവീർ ഭാസ്കർ പുരന്തരെ എന്നൊരാൾ കുടുംബസമേതം ഷിർദിക്ക് പുറപ്പെട്ടു. മിസ്സിസ് താർക്കാഡ് അവരെ ചെന്ന് കണ്ട് പുരന്തരെ വശം 2 വഴുതനങ്ങ കൊടുത്തയച്ചു. ഒന്നുകൊണ്ട് ഫരീദും മറ്റേതുകൊണ്ട് കാചാര്യയും ഉണ്ടാക്കി ബാബയ്ക്ക് കൊടുക്കാൻ ആവശ്യപ്പെട്ടു. അവർ ഷിർദിയിലെത്തി. മിസ്സിസ് പുരന്തരെ ഫരീദുമായി മസ്ജിദിലെത്തിയപ്പോൾ ബാബ ഉണ്ണാനിരിക്കുകയായിരുന്നു. ബാബയ്ക്ക് ഫരീദ് വളരെ ഇഷ്ടപ്പെട്ടു. അതിൽ നിന്ന് എല്ലാവർക്കും കൊടുത്തതിനാൽ പിന്നെ കാചാര്യ എവിടെയെന്ന് ചോദിച്ചു. ഉടനെ ബാബ കാചാര്യ ആവശ്യപ്പെടുന്നെന്ന് രാധാകൃഷ്ണമായിയെ അറിയിച്ചു. അപ്പോൾ വഴുതനങ്ങ കിട്ടുന്ന കാലമല്ലാത്തതിനാൽ അവർ വിഷമിച്ചു. എങ്ങനെ വഴുതനങ്ങ കിട്ടും എന്നായി അന്വേഷിച്ചപ്പോൾ കാചാര്യ കൊടുക്കാൻ മിസ്സിസ് പുരന്തരയെ ഏൽപ്പിച്ചതായി മനസ്സിലായി. എല്ലാവരും ബാബയുടെ അന്തര്യാമിത്വം മനസ്സിലാക്കി അത്ഭുതപ്പെട്ടു. 1915 ഗോവിന്ദ ബാലാറാം മങ്കാർ എന്നയാൾ അച്ഛൻ്റെ ശ്രാദ്ധമൂട്ടാൻ ഷിർദിയിലേക്ക് പോകാൻ തീരുമാനിച്ചു. പോകുന്നതിന് മുമ്പ് താർക്കാഡിനെ കാണാൻ വന്നു. മിസ്സിസ് താർക്കാഡ് എന്തെങ്കിലും ബാബയ്ക്ക് അയക്കാൻ ആശിച്ചു. ഒരിക്കൽ പൂജിച്ച ഒരു പേട മാത്രമേ തിരഞ്ഞിട്ട് കിട്ടിയുള്ളൂ. ഏതായാലും ബാബ അത് ഭക്ഷിക്കുമെന്ന് നിശ്ചയിച്ച പേട ബാബയ്ക്ക് കൊടുക്കാൻ പറഞ്ഞ് ഗോവിന്ദനെ ഏൽപ്പിച്ചു. ഗോവിന്ദ ഷിർദിയിൽ പോയി ബാബയെ കണ്ടെങ്കിലും പേട എടുക്കാൻ മറന്നു. ബാബ കാത്തിരുന്നു. ഉച്ചയ്ക്ക് വീണ്ടും അയാൾ ഒന്നും കയ്യിൽ വയ്ക്കാതെ ദർശനത്തിന് പോയി. ബാബ കാത്തിരിക്കാനാവാതെ നേരെ ചോദിച്ചു: നീ എന്താണ് എനിക്ക് കൊണ്ടുവന്നിട്ടുള്ളത്? ഒന്നുമില്ല എന്നായിരുന്നു മറുപടി. ബാബ വീണ്ടും ചോദിച്ചു. അതേ മറുപടി വീണ്ടും കിട്ടി. അപ്പോൾ ബാബ ഇങ്ങനെ ചോദിച്ചു: നീ പോരുമ്പോൾ ആ അമ്മ എനിക്ക് മധുരപലഹാരം കൊടുത്തയച്ചില്ലേ? അവൻ സംഗതി ഓർമ്മിച്ച് ബാബയോട് മാപ്പ് ചോദിച്ചു. താമസ സ്ഥലത്തേക്ക് ഓടിപ്പോയി. പേട എടുത്തുകൊണ്ടുവന്ന് ബാബയ്ക്ക് കൊടുത്തു. കിട്ടിയ ഉടനെ ബാബ അത് വിഴുങ്ങി. ഇങ്ങനെ മിസ്സിസ് താർക്കാഡിൻ്റെ ഭക്തി അംഗീകരിക്കപ്പെട്ടു. ഇത് വിശ്വസിക്കുന്നതിനനുസരിച്ച് ഞാൻ സ്വീകരിക്കുന്നു. ഗീത 4:11 ഈ വാക്യം ഇക്കാര്യത്തിൽ തെളിയിച്ചു. ബാബ സുഭിക്ഷമായി ഭക്ഷിച്ചു. എങ്ങനെ? ഒരിക്കൽ മിസ്സിസ് താർക്കാഡ് ഷിർദിയിൽ ഒരു വീട്ടിൽ താമസിക്കുകയായിരുന്നു. ഉച്ചയ്ക്ക് ഭക്ഷണം തയ്യാറാക്കി വിളമ്പുമ്പോൾ വിശന്നു വലഞ്ഞ ഒരു നായ വന്ന് നിലവിളിച്ചു. മിസ്സിസ് താർക്കാഡ് എണീറ്റ് ഒരു റൊട്ടി എറിഞ്ഞു കൊടുത്തത് നായ സുഖമായി ഭക്ഷിച്ചു. ഉച്ചതിരിഞ്ഞ് അവർ മസ്ജിദിൽ പോയി. കുറച്ചകലെ ഇരുന്നപ്പോൾ ബാബ അവരോട് പറഞ്ഞു: അമ്മേ, നിങ്ങൾ എന്നെ മൂക്കറ്റം തീറ്റിവിട്ടു. എൻ്റെ പിടയുന്ന പ്രാണൻ സംതൃപ്തമായി. എപ്പോഴും ഇങ്ങനെ ചെയ്യണം. ഇത് നിങ്ങൾക്ക് തന്നെ നന്മ വരുത്തും. ഇങ്ങനെ കരുണ കാണിക്കുക. ആദ്യം വിശക്കുന്നവർക്ക് കൊടുത്ത് സ്വന്തം ഭക്ഷണം കഴിക്കുക. ഇത് ശ്രദ്ധിക്കണം. അവർക്ക് ബാബ പറഞ്ഞതിൻ്റെ അർത്ഥം മനസ്സിലാവാതെ ഇങ്ങനെ ചോദിച്ചു: ബാബ, ഞാൻ എങ്ങനെ ഭക്ഷണം തരാൻ? ഞാൻ തന്നെ മറ്റുള്ളവരെ ആശ്രയിച്ച് ഭക്ഷണം വാങ്ങി കഴിക്കുകയാണല്ലോ. ബാബ ഇങ്ങനെ മറുപടി പറഞ്ഞു: ആ നല്ല റൊട്ടി തിന്ന് എനിക്ക് തൃപ്തിയായി.
ഇപ്പോഴും തേട്ടി വരുന്നു. നീ ഊണിന് മുമ്പേ കണ്ട തിന്നാൻ കൊടുത്ത നായ എന്നോട് കൂടിയുള്ളതാണ്. അതുപോലെ പൂച്ച, പന്നി, ഈച്ച, പശു മുതലായ എല്ലാ ജീവികളും എൻ്റെ അംശങ്ങളാണ്. ഞാൻ അവരുടെ വേഷത്തിലും ആകൃതിയിലും സഞ്ചരിക്കുകയാണ്. ഈ വക ജീവികളിലെല്ലാം എന്നെ കാണുന്നവർ എനിക്ക് പ്രിയപ്പെട്ടവരാണ്. ദ്വന്ദ്വഭാവം വിട്ട് വിവേചന സ്വഭാവം കൂടാതെ നിങ്ങൾ ഇന്ന് ചെയ്ത പോലെ എന്നെ സേവിക്കുക. ഈ അമൃതവാണി കേട്ട് അവർ മനസ്സലിഞ്ഞ് കണ്ണീർ തൂവി, തൊണ്ടയിടറി, അത്യന്തം സന്തുഷ്ടരായി. തത്വം: ദൈവത്തെ എല്ലാ ജീവജാലങ്ങളിലും കാണുക എന്നാണ് ഇതിലെ തത്വം. ഉപനിഷത്ത്, ഗീത, ഭാഗവതം എല്ലാം ഇതുതന്നെ പറയുന്നു. ഈ കഥയിൽ നിന്നും മറ്റനവധി കഥകളിൽ നിന്നും ഉപനിഷത്ത് തത്വം എങ്ങനെ നടപ്പാക്കണമെന്ന് ബാബ കാണിച്ചു തന്നു. ഇങ്ങനെ സായിബാബ ഉപനിഷത്ത് തത്വങ്ങളുടെ ഏറ്റവും വലിയ അധ്യാപകനായി തീരുന്നു. ശ്രീ സായിയെ നമിക്കുവിൻ. ലോകശാന്തി ഭവിക്കട്ടെ. ഓം ശ്രീ സായിരാം.